ഫെബ്രുവരി 22 പ്രഭാതത്തിലെ ചുവന്ന സൂര്യൻ ഈ ഏറനാടൻ മണ്ണിൽ പെയ്തത് ചെങ്കതിരായിരുന്നു. യഥാർത്ഥ സൌര്യശോഭ തിരിച്ചറിയാനാവാത്ത വിധം മലപ്പുറം ചുവന്നു തുടുത്തിരുന്നു. മലപ്പുറത്തിലേക്കുള്ള കൈവഴികൾ പ്രഭാതത്തിലെ തിങ്ങി നിറഞ്ഞിരുന്നു. ചുവന്ന രക്തം പോലെ ഇഴപിരിഞ്ഞ ശിരാധമനികളിലൂടെ ഇത് മലപ്പുറത്തിന്റെ ഹൃദയത്തിലേക്ക് അണമുറിയാതെ പ്രവഹിച്ചുകൊണ്ടിരുന്നു.
ചിന്തയല്ല മാർക്സിസം. ചിന്തയല്ല മാർക്സിസം. ചിന്ത കൊണ്ട് സൂര്യഗോളം തൊട്ടു തീർത്ത പുസ്തകം. ചിന്ത കൊണ്ട് സൂര്യഗോളം തൊട്ടു തീർത്ത പുസ്തകം. മണ്ണിലെ വസന്ത ശില്പി ഞങ്ങളെന്നതോർക്കുക. സംഘഗോപുരങ്ങൾ ഞങ്ങൾ വേർപ്പിനാലെ തീർത്തവർ. തോളു ചേർന്നു വേല ചെയ്തു താജ്മഹാളു തീർത്തവർ. ഞങ്ങളാണു 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 കൂട്ടരെ. ഒരു കൊടിയുടെ കീഴിൽ നമ്മൾ ഒത്തുചേർന്നു പോകണം. ഒരു കൊടിയുടെ കീഴിൽ നമ്മൾ ഒത്തുചേർന്നു പോകണം. ഇൻക്വിലാബ് പാടി നമ്മളാപ്പിരമ്പി നീങ്ങണം. ഇൻക്വിലാബ് പാടി നമ്മളാപ്പിരമ്പി നീങ്ങണം. നിലാവു നെയ്ത ചിന്തയല്ല മാർക്സിസം. നിലാവു നെയ്ത ചിന്തയല്ല മാർക്സിസം. ചിന്ത കൊണ്ട് സൂര്യഗോളം തൊട്ടു തീർത്ത പുസ്തകം. ചിന്ത കൊണ്ട് സൂര്യഗോളം തൊട്ടു തീർത്ത പുസ്തകം. അക്രമത്തെ ചിന്ത കൊണ്ടു നേരിടേണ്ട ജ്ഞാനവും. മുഷ്ടി കൊണ്ടു നേരിടേണ്ട രീതിയും അറിഞ്ഞവർ. ഇൻകുലാബതെറ്റു ചൊല്ലി നാടിനെ വളർത്തുവാൻ. ജീവനറ്റു പോകിലും ഇൻകുലാബ് പാടിടും. ജീവനറ്റു പോകിലും ഇൻകുലാബ് പാടിടും. പോകയില്ല ചിന്ന ഭിന്നമാകയില്ല. നിലാവു നെയ്ത ചിന്തയല്ല മാർക്സിസം. ചിന്ത കൊണ്ട് സൂര്യഗോളം തൊട്ടു തീർത്ത പുസ്തകം. ചിന്ത കൊണ്ട് സൂര്യഗോളം തൊട്ടു തീർത്ത പുസ്തകം. പഠിക്കുവാൻ മടിച്ചവർ പഠിച്ചിടേണം ദർശനം. മടിച്ചവർ ചിന്ത കൊണ്ട് സൂര്യഗോളം തൊട്ടു തീർത്ത പുസ്തകം. മുന്നോട്ട് 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 മുന്നോട്ട്. സഖാക്കളേ മുന്നോട്ട് 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 മുന്നോട്ട്. തൊഴിലാളികളെ തൊഴിലാളികളെ മനസ്സിൽ വിപ്ലവ തിരകളിറങ്ങിടും മലയാളികളെ. മുന്നോട്ട് മുന്നോട്ട് മുന്നോട്ട്. മുന്നോട്ട്
പ്രതിജ്ഞയുമായി മുന്നോട്ട് 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 സഖാക്കളെ മുന്നോട്ട്. രക്തസാക്ഷികളെ രക്തസാക്ഷികളെ രണാങ്കണങ്ങളിൽ ഇന്ത്യ വിടർത്തിയ രാജമല്ലിപ്പൂവുകളെ നിങ്ങളുടെ അന്ത്യശ്വാസമുയർന്നു കൊടുങ്കാറ്റൂതിയ മണ്ണിൽ കൊടുങ്കാറ്റൂതിയ ചുവപ്പാകുമ്പോൾ പെട്ടെന്ന് കളർഫുള്ളാവും ചെയ്യും. അങ്ങോട്ടാ പോണേ ഇതിലെ
കൊച്ചു പട്ടണത്തിന് താങ്ങാവുന്നതിലേറെ ജനതതി, അനുസ്യൂതമായ പ്രവാഹം, ആയിരങ്ങൾ, പതിനായിരങ്ങൾ, ഒടുവിൽ ജനലക്ഷങ്ങളായി. ലക്ഷ്യം ഒന്നു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: മലപ്പുറം എന്ന ചരിത്രഭൂമി. മറ്റു ജില്ലകളിൽ നിന്നും സമ്മേളനം വീക്ഷിക്കാൻ ഒട്ടേറെ പേരെത്തിയിരുന്നു. പറഞ്ഞുകേട്ട മലപ്പുറത്തേക്കാളേറെ അനുഭവിച്ചറിഞ്ഞ മലപ്പുറമാണ് സത്യമെന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ അവർ മലപ്പുറത്തിന്റെ ഈ വിപ്ലവാഭിനിവേശം കണ്ട് പുളകമണിഞ്ഞു. ഉറുക്കുകെട്ടിന്റെ ഉറക്കത്തിൽ മയങ്ങിക്കിടന്നിരുന്ന ഒരു സമൂഹത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പായിരുന്നു ഇത്. രാഷ്ട്രീയ ആത്മീയ വേഷങ്ങൾ മാറി മാറി അണിഞ്ഞാൽ മലപ്പുറം അതിനൊപ്പം നിൽക്കുമെന്ന് മുസ്ലിം ലീഗിന്റെ ആമാശയ രാഷ്ട്രീയത്തിന്റെ പൊള്ളത്തരങ്ങളെ ഇന്നേ ഞങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന് മലപ്പുറം ഉറക്കെ വിളിച്ചു പറയുന്നതുപോലെ കപട ആദർശങ്ങൾക്കും അവസരവാദങ്ങൾക്കും അധാർമിക രാഷ്ട്രീയക്കാർക്കും വീതം വെച്ചു കൊടുക്കാനുള്ളതല്ല ഈ മലപ്പുറം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മതമൌലികവാദികൾക്കും തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്കും വേരുവെക്കാത്ത മതേതര മണ്ണാണ് മലപ്പുറം പൈതൃകമെന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് നവോത്ഥാന നായകരുടെ, സ്വാതന്ത്ര്യസമര സേനാനികളുടെ, പുരോഗമന രാഷ്ട്രീയ നേതാക്കളുടെ പ്രഭാവത്താൽ വൈരക്കല്ലുകൾ പോലെ തിളങ്ങുന്നതാണ് മലപ്പുറത്തിന്റെ ചരിത്ര പാരമ്പര്യമെന്ന് വിളിച്ചോതിക്കൊണ്ട് കണ്ണീരും വിയർപ്പും വീണുകുതിർന്ന മലയോര ഗ്രാമമാണ് ഇതെന്ന് ഉച്ചൈസ്തരം പ്രഖ്യാപിച്ചുകൊണ്ട് പടയോട്ടങ്ങളുടെ, പടപ്പാട്ടിന്റെ പൂർവീര്യമുള്ള ഭൂതകാലമാണ് മലപ്പുറത്തിനുള്ളതെന്ന് തെളിയിച്ചുകൊണ്ട് ആയിരങ്ങൾ മൺപാതകളിലൂടെ, ഇടവഴികളിലൂടെ, നഗരപഥങ്ങളിലൂടെ മലപ്പുറത്തേക്ക് കൂട്ടമായെത്തി. വേലേറ്റു ആടാത്തതാണ് കമ്മ്യൂണിസ്റ്റ് വികാരമെന്ന്, അക്രമങ്ങളുടെ കുന്തമുനകളിൽ തളർന്നുപോവാത്തതാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമെന്ന്, വിമർശനങ്ങളിൽ വിളർച്ച പറ്റാത്തതാണ് വിപ്ലവവീര്യമെന്ന് മൂന്നാം കണ്ണുകളെപ്പോലും ഇത് ബോധ്യപ്പെടുത്തി. ആ ഒഴുക്കിൽ പിഞ്ചു കുഞ്ഞുങ്ങളുമുണ്ടായിരുന്നു, ബാലന്മാരുണ്ടായിരുന്നു, യുവാക്കളും മധ്യവയസ്കരും വൃദ്ധന്മാരുമുണ്ടായിരുന്നു. ജാതിമത വർഗ ചിന്തകൾക്കപ്പുറത്ത് തങ്ങൾ കാണുന്ന സർവ്വലോക തൊഴിലാളി വർഗ ഐക്യത്തിന്റെ ജിഹ്വയേന്തിയായിരുന്നു ഈ മഹാപ്രവാഹം. കടുത്ത ചൂടിനെപ്പോലും വകവയ്ക്കാതെ ഇരമ്പിയെത്തിയ ജനപ്രവാഹത്താൽ ഉച്ചയ്ക്ക് മുന്നേ തന്നെ കോട്ടക്കുന്ന് മൈതാനം നിറഞ്ഞു കവിഞ്ഞിരുന്നു. എവിടെയും പാറിക്കളിക്കുന്ന ചെങ്കൊടികൾ മാത്രം. EMS നഗറിലെ സമാപനവേദി ഒരു നോക്കു കാണുവാൻ, ചരിത്രഭൂമിയെ ഒന്ന് സ്പർശിക്കുവാൻ കൊതിച്ചെത്തിയവർക്ക് സമ്മേളന നഗരിയിലെത്താൻ ഏറെ ക്ലേശിക്കേണ്ടി വന്നു. ഉച്ചയോടെ തന്നെ റെഡ് വളണ്ടിയർ മാർച്ചിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചിരുന്നു. കിഴക്കേതല വലിയങ്ങാടിയിലെ വയലിൽ കേന്ദ്രീകരിച്ചായിരുന്നു ചെമ്പട മാർച്ച്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ചുവന്ന ഷർട്ടും കാക്കിപ്പാന്റും തൊപ്പിയും ക്യാൻവാസുമണിഞ്ഞ ആയിരക്കണക്കിന് റെഡ് വളണ്ടിയർമാർ വാഹനങ്ങളിൽ നഗരത്തിലൂടെ വലിയങ്ങാടിയിലേക്ക് പ്രവഹിച്ചുകൊണ്ടിരുന്നു.
അപ്പോഴും നഗരവീഥികളിൽ ജനപ്രവാഹം നിലച്ചിരുന്നില്ല. എവിടെയും ഒരേ നിറം, ചുവപ്പ്, ഒരേ വികാരം, വിപ്ലവം. ഉച്ചയ്ക്ക് 2:30 ചെമ്പട മാർച്ച് ആരംഭിച്ചു. മുന്നിൽ 18 ചെങ്കൊടികളേന്തി വനിതകൾ. ഇവർക്ക് പിന്നിൽ ആഗോള സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങളെ കരുത്താർജിപ്പിക്കുവാനുള്ള ഫ്ലോട്ടുകൾ. നാടൻ കലാരൂപങ്ങൾ, നിശ്ചല ദൃശ്യങ്ങൾ, ഒരു പ്രവാഹത്തിനുള്ള തുടക്കം. പിന്നിൽ ബ്യൂഗിളുകളിൽ വിപ്ലവഗാനം മുഴങ്ങി. ബാൻഡ് വാദ്യ ട്രൂപ്പ് അടുക്കും ചിട്ടയുമായി അടിവെച്ചടിവെച്ച് ചെമ്പട നഗരത്തിലൂടെ മുന്നോട്ട് നീങ്ങാൻ തുടങ്ങി. പട്ടാള ചിട്ടയോടെ, തികഞ്ഞ നിശ്ചയദാർഢ്യത്തോടെ, ഊർജ്ജസ്വലതയോടെ, മെയ്വഴക്കത്തോടെ 15 ഏരിയകളിൽ നിന്നായി 15,000 റെഡ് വളണ്ടിയർമാർ അണിനിരന്നു. അതിൽ 3,000-ഓളം വനിതാ വളണ്ടിയർമാരായിരുന്നു. നഗരത്തിന്റെ ഇരുവശങ്ങളിലും ഈ അഭൂതപൂർവമായ കാഴ്ച കാണാൻ പതിനായിരങ്ങൾ തിങ്ങി നിറഞ്ഞു. സ്ത്രീകൾ, കുട്ടികൾ. ഇത്രമാത്രം ജനകീയമായ മറ്റൊരു സമ്മേളനത്തെ കേരളം ദർശിച്ചിട്ടില്ലെന്ന് ഇത് വിളിച്ചോതി. ചുവപ്പ് പ്രവാഹമായി കോട്ടക്കുന്നിലേക്ക്. പോരാടിയ മഹാപ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ കരുത്തിന്റെയും പ്രതീകങ്ങളായി മനമിടറ വീരരക്തസാക്ഷി സഖാവ് കെ കുഞ്ഞാലിയുടെയും പൊന്നാനിയെ സാഗരഗർജനത്തെ തങ്ങൾ സ്വന്തം ഹൃദയരക്തം കൊണ്ട് സാക്ഷ്യപ്പെടുത്തിയ Let's go!
കണ്ടില്ലല്ലോ എനിക്കൊക്കെ ചുവപ്പ് വളണ്ടിയർമാർ എത്തുന്നതിന് മുമ്പേ കോട്ടക്കുന്ന് ഇരമ്പിയാർത്തിരുന്നു. താഴ്വരകളിൽ പോലും സൂചികുത്താനിടമില്ലാത്ത വിധം ജനസഞ്ചയം. ഇവർക്കിടയിലൂടെ ചുവന്നരുവിയായി ചെമ്പട കോട്ടക്കുന്നിനെ ലക്ഷ്യമാക്കി ഒഴുകി നീങ്ങി. ഇരുവശങ്ങളിൽ ജനലക്ഷങ്ങൾ. അക്ഷരാർത്ഥത്തിൽ മലപ്പുറം ചെമ്പട്ടണിഞ്ഞ പ്രതീതി. സഖാക്കളുടെ നിർദ്ദേശം അനുസരിക്കുക. ഈ മുന്നിൽ കൂടിയിരിക്കുന്ന സഖാക്കൾ നിർബന്ധമായും ഇരിക്കേണ്ടതാണ്. هلا بس
കഴിഞ്ഞിട്ടില്ല. 10,000-കണക്കിന് പേരാണ് ഇപ്പോഴും കോട്ടപ്പടിയിൽ നിന്ന് പ്രകടനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ റാലി വൻ വിജയമാക്കുന്നതിന് വേണ്ടി സഹകരിക്കണം, സഹായിക്കണം എന്നൊരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. സ്വയം നിയന്ത്രിച്ച് ഒരുപാട് സ്വയം വളണ്ടിയറായി ഈ ഭംഗിയായി ഈ പൊതുസമ്മേളനം നടത്തിക്കൊണ്ടുപോകാൻ ഞങ്ങളോട് സഹകരിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. വാറങ്കോട്ടെ സഖാവ് ഇ കെ നായനാർ നഗറിൽ പ്രതിനിധി സമ്മേളനം ഈ സമയത്ത് അവസാന ചടങ്ങുകളിലെത്തിയിരുന്നു. പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയ. സഖാവ് പിണറായി വിജയൻ വീണ്ടും സംസ്ഥാന സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട വിവരം ഏറെ ആവേശപൂർവ്വമാണ് ജനലക്ഷങ്ങൾ സ്വീകരിച്ചത്. മാധ്യമപ്രവർത്തകരുടെ നീണ്ട കാത്തിരിപ്പിന് വിരാമമിട്ട് രാത്രി 9:30 സഖാവ് ഇ കെ നായനാർ നഗറിൽ സഖാവ് പിണറായി വിജയൻ പത്രപ്രതിനിധികളെ അഭിമുഖീകരിക്കുമ്പോഴും കോട്ടക്കുന്നിൽ ജനാരവത്തിന് അവസാനമുണ്ടായിരുന്നില്ല. കോട്ടക്കുന്നിലെ സഖാവ് EMS നഗറിൽ പ്രകാശ് കാരാട്ട് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുമ്പോൾ കണ്ണെത്താത്ത ദൂരത്തോളം പേർ അവിടെ സമ്മേളിച്ചിരുന്നു. Our party won 44 seats in the Lok Sabha in those elections. But I consider the victory in Manjeri as to be the single most important. We are gathered in this ground today, which saw the martyrdom of one of the heroes of the Malabar Rebellion in 1921. And the Marxist Communist Party is the proud inheritor
of the anti-imperialist legacy and movement in the entire country. In New Delhi, in April, we will find that the political situation in the country has changed completely from what it was 3 years ago when we held our Congress in Hyderabad and when the Kerala State Conference was held in Kannur. കഴിഞ്ഞ അഖിലേന്ത്യാ സമ്മേളനം ഹൈദരാബാദിൽ നടക്കുന്ന സന്ദർഭത്തിൽ നിന്നും അതിന്റെ ഭാഗമായി കണ്ണൂരിൽ വെച്ച് CPM-ന്റെ സംസ്ഥാന സമ്മേളനം നടക്കുന്ന കാലത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു കാലമാണ് പാർട്ടിയുടെ 18ാം പാർട്ടി കോൺഗ്രസ് ഡൽഹിയിൽ വെച്ച് നടക്കാൻ വേണ്ടി പോകുന്ന ഈ സന്ദർഭത്തിൽ സമാഗതമായിട്ടുള്ളത്. When we held our Congress 3 years ago, the Bharatiya Janata Party and the communal forces were in power at the center. They ruled our country for 6 long years. And during those 6 years, they did the maximum damage. And the communal forces from power in the center. This is a big victory. This is a victory for the left, democratic and secular forces of our country. And in bringing about this victory, the Communist Party of India, Marxist, has made a big contribution. The left parties have made a big contribution. And in that contribution, the people of Kerala made a big contribution by electing 18 members of parliament of the Left and Democratic Front from Kerala, and not a single Congress MP was sent to Delhi. When there was a Congress government in power at the center, we decided that our main goal will be to see that the communal forces in our country are not allowed to advance. The political, ideological and organizational fight that we waged against communalism has been recognized and appreciated by the people of our country. That is why, for the first time in the history of India, the CPIM and the left parties have got 61 seats in parliament. സമാപന സമ്മേളന വേദി കാണാനാകാത്തവർ നഗരത്തിലെയും സമീപ പ്രദേശങ്ങളിലെയും LCD സ്ക്രീനുകളിലൂടെ തത്സമയ ദൃശ്യങ്ങൾ കണ്ട് നിർവൃതിയടഞ്ഞു. VS അച്യുതാനന്ദൻ, പിണറായി വിജയൻ, ആരാധ്യരായ നേതാക്കൾ ബഹുലക്ഷങ്ങളെ അഭിസംബോധന ചെയ്ത് പ്രസംഗിക്കുമ്പോഴും മലപ്പുറം കാണാത്ത കാഴ്ച കണ്ട് അത്ഭുത സ്തബ്ധമായിരിക്കുക തന്നെയായിരുന്നു. CPIM-ന്റെ ഈ സമ്മേളനം വിജയപ്രദമാക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുകയായിരുന്നു. ഭാവി കേരളത്തെ ആരാണ് നിയന്ത്രിക്കേണ്ടത്, ആരുടെ കൈകളിലാണ് തങ്ങളുടെ സുരക്ഷിതത്വം എന്ന് ജനങ്ങൾ ഈ കഴിഞ്ഞ 3-3.5 കൊല്ലമായി പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് നമ്മുടേത്. നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, 1937 നമ്മുടെ പാർട്ടി കേരളത്തിൽ രൂപം കൊണ്ടത്. ഈ 68 സംവത്സരക്കാലത്തെ പ്രവർത്തനത്തിനിടയിൽ ആദ്യത്തെ ഗവൺമെന്റ് 57 കമ്മ്യൂണിസ്റ്റുകാരുടെ നേതൃത്വത്തിൽ EMS നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ, ഈ വള്ളുവനാടൻ നേതാവിന്റെ നേതൃത്വത്തിൽ തന്നെ അധികാരത്തിൽ വന്ന ആ ഗവൺമെന്റാണ് ആദ്യമായും വാര്യംകുന്നത്ത് മുഹമ്മദ് ഹാജി ബ്രിട്ടീഷുകാരന്റെ വെടിയുണ്ടയ്ക്ക് നേരെ വിരുമാറി കാണിച്ച് നടത്തിയ പോരാട്ടത്തിന്റെ പൈതൃകം കേരളത്തിൽ നടപ്പിലാക്കിയത് 57 കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റായിരുന്നു. വൻകിട ഭൂ ഉടമകളിൽ നിന്ന് പാവപ്പെട്ടവരും ഇടനിലക്കാരുമായ കൃഷിക്കാർക്ക് കൃഷിഭൂമിയുടെയും കുടികിടപ്പ് ഭൂമിയുടെയും പാട്ടവാരഭൂമിയുടെയും എല്ലാം തന്നെ ഉടമസ്ഥാവകാശം നൽകുന്നതിന് വേണ്ടിയുള്ള നിയമം കൊണ്ടുവന്നത് 57 EMS
ഗവൺമെന്റിന്റെ കാലത്താണെന്ന് നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. കോൺഗ്രസും ഇതേപോലുള്ള വാഗ്ദാനം ജനങ്ങൾക്ക് നൽകിയതാണ്. കോൺഗ്രസിന്റെ പ്രക്ഷോഭകാലത്ത്, ദേശീയ സ്വാതന്ത്ര്യ സമരകാലത്താണ് അവർ ആ വാഗ്ദാനം നൽകിയത്. അധികാരം കിട്ടിയതിന് ശേഷം അവർ അത് വിസ്മരിക്കുകയാണ് ചെയ്തത്. കോൺഗ്രസിന് അധികാരം ലഭിച്ചതോടുകൂടി വലിയ വൻകിട ജമ്മിമാരും ഭൂപ്രഭുക്കന്മാരും കോൺഗ്രസിലേക്ക് ഊട്ട കയറുന്ന പോലെ കയറിയതിന്റെ ഫലമായി കൃഷിക്കാരന്റെയും കർഷക തൊഴിലാളികളുടെയും പാവപ്പെട്ടവരുടെയും താല്പര്യങ്ങൾ പരിരക്ഷിക്കുവാൻ അവർക്ക് കഴിയാതെ ഈ സമ്മേളനത്തോടെ എന്തെല്ലാമോ സംഭവിക്കാൻ പോകുന്നു എന്നായിരുന്നു എഴുതി പിടിപ്പിച്ചിരുന്നത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നേരത്തെ ഞങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഈ സമ്മേളനം കഴിയുമ്പോൾ പാർട്ടി കൂടുതൽ കരുത്താർജിക്കുകയാണ് ചെയ്യുക എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് അക്ഷരം പ്രതി വസ്തുതയായി വന്നിരിക്കുകയാണ്. പാർട്ടി കൂടുതൽ കരുത്താർജിക്കാൻ പോവുകയാണ്. ആ തരത്തിലാണ് ഞങ്ങൾ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന അതീവ ഗൗരവമായ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ ജനങ്ങളെയാണ് ഏറ്റവും കൂടുതൽ പ്രതികൂലമായി ബാധിക്കുന്നത്. അത്തരം പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെടേണ്ട പാർട്ടി CPIM ആണെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. എല്ലാ വിഭാഗം ജനങ്ങളും, അവിടെ CPIM-കാരെന്നോ CPIM ഇതരെന്നോ ഉള്ള വ്യത്യാസമില്ല. മുഴുവൻ ആളുകളും ഈ പാർട്ടിയെ ഉറ്റുനോക്കുകയാണ്. അപ്പോൾ ഈ പാർട്ടിയിലാണ് പ്രതീക്ഷ അർപ്പിക്കുന്നത്. അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന്റെ ഏക ആശാകേന്ദ്രം CPIM മാത്രമാണെന്ന് ഇത് തെളിയിച്ചു. ചരിത്രം ഇവിടെ അവസാനിക്കുന്നില്ല. മാറ്റത്തിന്റെ മാറ്റൊലികൊണ്ട മലപ്പുറത്തിന്റെ മണ്ണിൽ ഇനി കൊയ്തെടുക്കുന്നതെല്ലാം ചെങ്കതിരാണെന്ന് വർത്തമാനകാലം നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. വീശിയടിച്ച ഈ മാറ്റത്തിന്റെ കൊടുങ്കാറ്റിന് പിന്നിൽ, കടലിരമ്പത്തിന്റെ പിന്നിൽ അധ്വാനവർഗത്തിന്റെ വിമോചന പോരാട്ടത്തിന്റെ ചരിത്രകഥകളുണ്ട്. അവ ഹൃദയത്തിലേറ്റുവാങ്ങിയ ഒരു സമൂഹത്തിന്റെ സഹൃദയത്വമുണ്ട്. മാനവികതയുടെ, മാനുഷികതയുടെ, സ്നേഹവായ്പിന്റെ മുഖങ്ങളുണ്ട്. എവിടെയും വിരിയുന്ന ഒരു ചുവന്ന പൂവിനെ സ്നേഹിക്കുവാൻ, ഐക്യപ്പെടാൻ, ഉദ്ഘോഷിക്കാൻ ഇരമ്പിയാർക്കുന്ന ഈ ചെങ്കടൽ തന്നെ ഉണ്ടാവുമെന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. അറബിക്കടലിനും സഹ്യാദ്രിക്കുമിടയിൽ ചുവന്ന മണ്ണായി എന്നും ഈ കേരളമുണ്ടാവും. അവിടെ ഒരു ചുവന്ന തുരുത്തായി മലപ്പുറവും. ഈ ചുവന്ന കാറ്റ് ഇവിടെ ഒടുങ്ങുന്നില്ല. ഇത് മലയാളക്കരയിൽ ഇരമ്പിയടിക്കുക തന്നെ ചെയ്യും. മലപ്പുറം ഏറെ മാറി, മലയാളിയും. ഒരു പുതിയ ഭൂമി വിരിഞ്ഞുയരട്ടെ, മറ്റൊരു ലോകം പിറവിയൊടുക്കട്ടെ, ആകാശത്തേക്ക് രക്തപങ്കിലമായ സമാധാനം കുറിക്കപ്പെടട്ടെ, ചങ്കൂറ്റമുള്ള ഒരു രണ്ടാം തലമുറ ജന്മമെടുക്കട്ടെ, സ്വാതന്ത്ര്യപ്രേമികളായ ഒരു ജനത വളർന്നു പൊങ്ങട്ടെ, അന്തിമ സങ്കരത്തിന്റെ കരുത്തും സമാശ്വാസവും നിറഞ്ഞ ഒരു സൗന്ദര്യം നമ്മുടെ രക്തത്തിന്റെയും ആത്മാവിന്റെയും സ്പന്ദനമായി തീരട്ടെ, വിലാപഗാനങ്ങൾ പോയിമറയട്ടെ, വീരഗാഥകൾ എഴുതപ്പെടട്ടെ, മനുഷ്യരുടെ ഒരു വംശം ഇനി ഉയർന്നുവന്ന് അധികാരമേൽക്കട്ടെ. മണൽക്കാറ്റിൽ കണ്ണുനീരിൻ കുളിപ്പും തേങ്ങലും, പക്ഷേ ചിലയ്ക്കാനും നീ മറന്നു ഭാരത പക്ഷി. മണൽക്കാറ്റിൽ കണ്ണുനീരിൻ കുളിപ്പും തേങ്ങലും, പക്ഷേ ചിലയ്ക്കാനും നീ മറന്നു ഭാരത പക്ഷി. അരുതെന്നുരയ്ക്കാനും മടിക്കുന്നു ജീവിത പക്ഷി, ജീവിത പക്ഷി. മണൽക്കാറ്റിൽ കണ്ണുനീരിൻ കുളിപ്പും തേങ്ങലും, പക്ഷേ ചിലയ്ക്കാനും നീ മറന്നു ഭാരത പക്ഷി. കൊടുങ്കാറ്റായിടിമുഴക്കി ചക്രവാളക്കനൽ കണ്ണിൽ പടത്തോറ്റം പാടി നമ്മൾ മുളച്ചോരല്ലേ. കൊടുങ്കാറ്റായിടിമുഴക്കി ചക്രവാളക്കനൽ കണ്ണിൽ പടത്തോറ്റം പാടി നമ്മൾ മുളച്ചോരല്ലേ. യുവത്വത്തിൽ
യുവത്വത്തിൻ സർഗശക്തി തിരത്തുമ്പിൽ ജീവിതത്തിനു പൊലിക്കാനായി നറുമുത്തുകൾ കാഴ്ചവെച്ചവർ നാം. യുവത്വത്തിൻ സർഗശക്തി തിരത്തുമ്പിൽ ജീവിതത്തിനു പൊലിക്കാനായി നറുമുത്തുകൾ കാഴ്ചവെച്ചവർ നാം. മണൽ കാറ്റിൽ കണ്ണുനീരിൽ കുളിപ്പും തേങ്ങലും പക്ഷേ ചിലയ്ക്കാനും നീ മറന്നു ഭാരത പക്ഷി. നമ്മളിന്ത്യൻ സാഹസങ്ങൾ, നമ്മൾ നേരിനുടയ പൂക്കൾ, നമ്മൾ കഴുമര നിഴലിൽ വീണ്ടും നാം വിടും മക്കൾ. നമ്മളിന്ത്യൻ സാഹസങ്ങൾ, നമ്മൾ നേരിനുടയ പൂക്കൾ, നമ്മൾ കഴുമര നിഴലിൽ വീണ്ടും നാം വിടും മക്കൾ. നാം പിറന്നു വളർന്ന മണ്ണിൽ സാന്ത്വനങ്ങൾ കരിഞ്ഞെന്നു, നാം ഇരുട്ടിൽ കരിങ്കോട്ടയിൽ മുടിഞ്ഞെന്നായോ. നാം പിറന്നു വളർന്ന മണ്ണിൽ സാന്ത്വനങ്ങൾ കരിഞ്ഞെന്നു, നാം ഇരുട്ടിൽ കരിങ്കോട്ടയിൽ മുടിഞ്ഞെന്നായോ. മണൽ കാറ്റിൽ കണ്ണുനീരിൽ കുളിപ്പും തേങ്ങലും പക്ഷേ ചിലയ്ക്കാനും നീ മറന്നു ഭാരത പക്ഷി. ഇല്ല, നമ്മൾ മരിച്ചില്ല, നല്ല വാഴ്വുകൾ മരിക്കില്ല, അല്ലലിന്മേലരം കൂട്ടി കരുത്താകും നാം. ഇല്ല, നമ്മൾ മരിച്ചില്ല, നല്ല വാഴ്വുകൾ മരിക്കില്ല, അല്ലലിന്മേലരം കൂട്ടി കരുത്താകും നാം. നാളെ നമ്മുടെ സങ്കടങ്ങൾ ചോരമാലകളായി ചിരിക്കും ഭാരതത്തിൻ മുടിക്കെട്ടിൽ കിഴക്കിനൊപ്പം. നാളെ നമ്മുടെ സങ്കടങ്ങൾ ചോരമാലകളായി ചിരിക്കും ഭാരതത്തിൻ മുടിക്കെട്ടിൽ കിഴക്കിനൊപ്പം. മണൽ കാറ്റിൽ കണ്ണുനീരിൽ കുളിപ്പും തേങ്ങലും പക്ഷേ ചിലയ്ക്കാനും നീ മറന്നു ഭാരത പക്ഷി. കരുതെന്നുരയ്ക്കാനും മടിക്കുന്നു ജീവിത പക്ഷി, ജീവിത പക്ഷി. മണൽ കാറ്റിൽ കണ്ണുനീരിൽ കുളിപ്പും തേങ്ങലും